വൈകിട്ടത്തേക്കുള്ള ചായക്കുള്ള കടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അട. അപ്പോൾ അട ഉണ്ടാക്കാൻ അവളും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മാറി നിന്നാണ് ചൂടുവെള്ളം ഒഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഈ ഒരു പൊടിൻ്റെ ധാരാളം. ചേട്ടൻ വൈകിട്ട് വന്നിട്ട് ചില സമയം ഒരെണ്ണം കഴിക്കുമായിരിക്കും. ഇപ്പം ഞാൻ അവൾക്ക് ബേക്കറി ഐറ്റംസ് ഒന്നും അത്ര കൊടുക്കാറില്ല. കാരണം അവളെന്നോട് ചോദിക്കാറില്ല. ഫ്രൂട്ട്സ്, കാച്ചിൽ പുഴുങ്ങിയത്, പിന്നെ ഇതുപോലെ അട അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാറ്. അംഗൻവാടി പോകുവാണെങ്കിൽ അംഗൻവാടിയിൽ നിന്ന് കഴിച്ചിട്ട് വരും. ഒരു കയ്യിലൊരു പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് ഇതിൻ്റെ അന്ന് ശർക്കരയും വാഴ്ത്തുന്നുണ്ട്. പറഞ്ഞാൽ കേൾക്കണ്ടേ. അപ്പോൾ അതേ അവൾക്ക് അടയിലകത്ത് ഇങ്ങനെ മധുരത്തിൻ്റെ അകത്ത് ഏലക്കായ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന അവൾക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഏലക്കായ ഒന്നും ഇട്ടില്ല. പിന്നെ ഇല ഞാൻ ചേട്ടനോട് ഇവിടെ എല്ലാം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചേട്ടൻ്റെ ഇവിടെ നിന്ന് എടുത്തിട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറുന്ന വന്നപ്പോൾ എടുത്തിട്ട് വന്നതല്ല. ഇതിൻ്റെ ഇലയിലേക്ക് നന്നായിട്ട് പരത്തി, അറിയാമല്ലോ എല്ലാവർക്കും അട ഉണ്ടാക്കാനൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നൈസായിട്ട് കിട്ടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ സ്റ്റീം കൊള്ളിക്കാൻ വെച്ചു. ഇത് എനിക്ക് കൊറിയർ ഇന്ന് മിഷോന്ന് വന്ന കൊറിയർ ആട്ടോ. അപ്പോൾ ഞാൻ ടോപ്പിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കട്ട് പീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. കടയിൽ പോയി എടുത്താൽ മതി. മര്യാദയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, നഷ്ടമായിപ്പോയി. അപ്പോൾ അത് നമ്മൾ അടയൊക്കെ ഉണ്ടായി, ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് മുറിക്കാമെന്ന് വിചാരിച്ചു. മുറിച്ചിട്ട് കഴിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. അവൾക്ക് മുറിച്ച് കൊടുക്കുകയും വേണം. പിന്നെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയായിരുന്നു. അട ആയതുകൊണ്ട് തന്നെ ഞാനിത് എൻ്റെ ക്ലാസ്സിൽ ഞാൻ മധുരം ഇട്ടിക്കില്ല. അവളെ ചായയിൽ ഞാൻ ഇച്ചിരി മധുരം ഇട്ടുള്ളൂ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒത്ത മധുരമായിരുന്നു. അങ്ങനെ ഇടുള്ളൂ. കാരണം ഞങ്ങൾക്ക് 3 പേർക്കും അധികം മധുരം കഴിക്കുന്ന അത്ര വലിയ ഇഷ്ടത്തിൽ ആൾക്കാരാണ്. അപ്പം അവളും കഴിച്ചു, സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അവൾക്ക് അല്ലെങ്കിൽ അട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.